ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടരാൻ ആഴ്സണൽ ഇന്നിറങ്ങും. AFC ബേൺമൌത്താണ് എതിരാളികൾ. രാത്രി 11-നാണ് മത്സരം. ലീഗിൽ 45 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് ആഴ്സണൽ. രണ്ടാമതുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായി 4 പോയിന്റ് വ്യത്യാസമാണ് ഉള്ളത്. സ്പാനിഷ് ലീഗിൽ ജൈത്രയാത്ര തുടരാൻ ബാഴ്സലോണ കളത്തിൽ. 18-ാം റൗണ്ടിൽ എസ്പാനിയോളാണ് ബാഴ്സയുടെ എതിരാളികൾ. രാത്രി 1:30-ക്കാണ് മത്സരം. ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. സൂപ്പർ താരം സാദിയോ മാനയുടെ സെനഗൽ സുഡാനെ നേരിടും. മൊറോക്കോയിലെ ടാൻജിയർ. രാത്രി 9:30-ക്കാണ് മത്സരം. ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റിന് ഒരുങ്ങി ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും. പരിക്കേറ്റ അറ്റ്കിൻസും ജാക്സിനും പകരം മാത്യു പോട്ട്സും ഷുഹൈബ് ബഷീറും ഇംഗ്ലണ്ട് ടീമിൽ തിരിച്ചെത്തി. പരമ്പര നഷ്ടമായ ബെൻ സ്റ്റോക്സും സംഘവും വിജയത്തോടെ ആഷസ് അവസാനിപ്പിക്കാനാണ് ഇറങ്ങുന്നത്. മറുവശത്ത് 4-ാം മത്സരത്തിന് ടീമിനെ നിലനിർത്തിയാകും ഓസീസ് കളത്തിലിറങ്ങുക. സിഡ്നി ടെസ്റ്റോടെ ഉസ്മാൻ ഖവാജ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയും. നാളെയാണ് ആഷസിലെ അവസാന മത്സരത്തിന് തുടക്കമാവുക. സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന്റെ അപരാജിത കുതിപ്പിന് വിരാമം. അൽ അഹ്ലിയോട് 2-3 ഗോളുകൾക്ക് തോറ്റു. ലീഗിലെ ആദ്യ തോൽവിയാണ് അൽ നസറിന്റേത്. മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ലീഗിൽ 12 മത്സരങ്ങളിൽ 31 പോയിന്റുമായി തലപ്പത്ത് തുടരുകയാണ് അൽ നസർ. മാഞ്ചസ്റ്റർ സിറ്റി വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി പരിശീലകൻ പെപ് ഗ്വാർഡിയോള. ക്ലബ്ബുമായി തനിക്ക് കരാറുണ്ടെന്നും 1 വർഷം കൂടി ടീമിനൊപ്പം ഉണ്ടാകുമെന്നും പെപ്പ് വ്യക്തമാക്കി. ക്ലബ്ബ് തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും കഴിഞ്ഞ സീസണിൽ തുടർച്ചയായ മത്സരങ്ങൾ തോറ്റപ്പോൾ മാനേജ്മെന്റ് ഒപ്പം ഉണ്ടായിരുന്നുവെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. 2016 മുതൽ സിറ്റിയുടെ പരിശീലകനാണ് പെപ് ഗ്വാർഡിയോള. ISL പ്രതിസന്ധിയിൽ ഫിഫയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ഫുട്ബോൾ താരങ്ങൾ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെന്ന് സുനിൽ ഛേത്രി അടക്കമുള്ള താരങ്ങൾ പറഞ്ഞു. ഫിഫ മുന്നിട്ടിറങ്ങി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കണമെന്ന് താരങ്ങളുടെ വീഡിയോ സന്ദേശം. And we should be on your screens as a part of a competitive football game in the Indian Super League. Indian football governance is no longer able to fulfill his responsibility. Deserve clarity, protection, and more importantly, a future.